ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് ഒരു ഫിഷിൻ്റെ തലക്കറി വെക്കുന്ന വീഡിയോ ആണ് ഇവിടെ ഇടുന്നത്. എല്ലാവരും എൻ്റെ കുഞ്ഞിക്കിളി വ്ലോഗ് 0.2 എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും വീഡിയോ ഇടാനായിട്ട് തോന്നുന്നത്. ആദ്യമായിട്ട് ആ മീനിലേക്ക് കുറച്ച് ഉപ്പ്, വിനാഗിരി എന്നിവ ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് നേരത്തേക്ക് വയ്ക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അരിഞ്ഞെടുക്കുവാണ്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. കൊച്ചുള്ളി ചേർക്കുന്നില്ല. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക്, കുടംപുളി വെള്ളത്തിലിട്ടതാണ്. പിന്നെ 2 ചെറിയ തക്കാളി. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇതിൻ്റെ കണക്ക് പറഞ്ഞു തരാൻ എനിക്കറിയില്ല, എല്ലാം ആവശ്യത്തിനായിട്ട് എടുക്കുക. നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ചതച്ചെടുത്തിട്ടുണ്ട്, അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കുരുമുളകും 2.5 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞങ്ങൾക്ക് നല്ല എരിവും പുളിയും ഒക്കെ ആവശ്യമാണ്, അതുകൊണ്ടാണ് ഇത്രയൊക്കെ ഇടുന്നത് കേട്ടോ. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്, ചെറിയ ചൂടുവെള്ളം. മീൻ നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് വറുക്കാം. അതിലേക്ക് ഉലുവ ഇട്ടിട്ടുണ്ട്. ഇനി ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി അതിലേക്ക് ചേർക്കാം. അത് നല്ല ബ്രൗണിഷ് കളറായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് തക്കാളി ചേർക്കാം. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഇതിൽ ചേർക്കത്തില്ല. ഞാൻ പല രീതിയിൽ കറി വെക്കാറുണ്ട്, അതിൽ ഒരു സ്റ്റൈലാണ് ഞാനിപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. മല്ലിപ്പൊടി ചേർത്തും ഉള്ളി ചേർത്തും ഒക്കെ വെക്കുന്ന കറികളുണ്ട്. ഞാനിനി വീഡിയോസൊക്കെ ഇടാം. ഇനി അതിലേക്ക് കുറച്ച് ചെറു ചൂടുവെള്ളം ചേർക്കാവേ. അതിലേക്ക് കുടംപുളി ചേർക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം കുടംപുളിയുടെ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതൊന്ന് നല്ല തിള വരട്ടെ. തിള വന്നതിന് ശേഷം നമുക്ക് ആ തല അതിലേക്ക് ഇടാം. പീസാക്കി വെച്ചിരിക്കുന്ന തലയാണ്. ഇവിടെ തലക്കറിയൊക്കെ ഇഷ്ടമാണ്, ഇടയ്ക്കൊക്കെ വാങ്ങിക്കാറുണ്ട്. എപ്പോഴും ഒന്നുമല്ല, വല്ലപ്പോഴും മേടിക്കാറുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കായം ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം. പച്ചമുളക് ചേർക്കാം അതിൻ്റെ ഇടയ്ക്ക്. പച്ചമുളകിൻ്റെ കാര്യം വിട്ടുപോയി. കറിവേപ്പില കിട്ടിയില്ല, അതുകൊണ്ട് കറിവേപ്പില ചേർക്കുന്നില്ല. മൂടി വെച്ച് തിള വന്നതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കാണും എൻ്റെ വീഡിയോയിൽ, അതൊക്കെ ക്ഷമിക്കണം കേട്ടോ. ഞാനൊരു തുടക്കക്കാരി മാത്രമാണ്.
നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നല്ല രീതിയിൽ വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണം.